കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി CPIM തെരഞ്ഞെടുത്ത കെ രാഗേഷ് അതിന് തൊട്ടു മുമ്പത്തെ ദിവസം വരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്നു. ദിവ്യ എസ് അയ്യർ IAS സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയുമായിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാനേജിംഗ് ഡയറക്ടറായ ദിവ്യ എസ് അയ്യരും മുഖ്യമന്ത്രിയുടെ PS-ഉം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഔദ്യോഗിക ഉത്തരവാദിത്വമുള്ളവരാണ്. കെ രാഗേഷുമായുള്ള പ്രവൃത്തി പരിചയ അനുഭവം ദിവ്യ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റായി എഴുതി. അതിപ്പോൾ കേരളത്തിലെ ചെറുതല്ലാത്ത രാഷ്ട്രീയ വിവാദമാണ്. കോൺഗ്രസ് നേതാക്കൾ ദിവ്യ എസ് അയ്യർക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നു. സൈബർ സംഘം അധിക്ഷേപ വർഷം തുടരുന്നു. അത്ര വലിയൊരു അപരാധമാണോ ദിവ്യ ചെയ്തത്? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. ഭരണമികവിന് പിണറായി വിജയനെ ദിവ്യ എസ് അയ്യർ പുകഴ്ത്തിയത് മുൻപും വാർത്തയും പിന്നെ വിവാദവുമായിരുന്നു. ഇത്തവണത്തെ വിവാദം മുഖ്യമന്ത്രിയുടെ PS ആയിരുന്ന ഇപ്പോൾ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ രാഗേഷിനെ പുകഴ്ത്തിയത്. കർണന് പോലും അസൂയ തോന്നുന്ന കവചം എന്നാണ് പുകഴ്ത്തൽ. വിശ്വസ്തതയുടെ പാഠപുസ്തകമെന്നും കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട്ടെന്നുമൊക്കെ രാഗേഷിനെ ദിവ്യ പ്രകീർത്തിച്ചു. പോസ്റ്റിനെതിരെ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. മുഖ്യമന്ത്രിക്ക് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥ എന്നാണ് K മുരളീധരൻ ദിവ്യയെ വിശേഷിപ്പിച്ചത്. നോ കമന്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായില്ല. ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകൾ നടത്തുന്നത്. ഇടത് ഹാൻഡിലുകൾ വൻ പിന്തുണയും. വിമർശനവും സൈബർ ആക്രമണവും വർദ്ധിച്ചതോടെ വിശദീകരണവുമായി ദിവ്യ എത്തി. ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ രാഗേഷിനെ കുറിച്ച് പറഞ്ഞതെന്ന് വിശദീകരിച്ചു. നന്മയുള്ളവരെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നതിന് വലിയ പ്രയാസം വേണ്ടെന്നും ദിവ്യ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇതാദ്യമായല്ല ദിവ്യ എസ് അയ്യർ ഇത്തരം ഒരു വിവാദത്തിൽ ചെന്നുപെടുന്നത്. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിക്കാം. കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം, കെ രാഗേഷ് വിശ്വസ്തതയുടെ പാഠപുസ്തകം, കഠിനാധ്വാനത്തിൻ്റെ മഷിക്കൂട്ട്, ബഹുമാനത്തോടെ ഞങ്ങളെ പരിഗണിച്ചതിന് നന്ദി, ഇതൊക്കെയാണ് ദിവ്യ എസ് അയ്യർ എഴുതിയിരുന്നത്. നിശ്ചിത വിമർശനവുമായാണ് കോൺഗ്രസ് നേതാക്കളും അനുഭാവികളും ഇതിനോട് പ്രതികരിച്ചത്. കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് അധിക്ഷേപ കമന്റുകൾ വന്നു. ഭർത്താവ് ശബരിനാഥന്റെ പോസ്റ്റുകൾക്ക് താഴെയും കടുത്ത സൈബർ ആക്രമണം നടന്നു. സൈബർ ആക്രമണം നേരിടുന്നതിനിടെ വിശദീകരണവുമായി ദിവ്യ എസ് അയ്യരെത്തി. നന്മയുള്ളവരെക്കുറിച്ച് 4 ആളോട് പറയാൻ പ്രയാസം വേണ്ട, എഴുതിയതെല്ലാം ഉത്തമ ബോധ്യത്തിലാണ്, സംസാരിക്കുന്നത് മനുഷ്യരുടെ നന്മയെക്കുറിച്ചാണ്. 1.5 വർഷമായി താൻ നേരിടുന്ന വിമർശനത്തിന് കാരണം ഈ പ്രകൃതമാണ് എന്നും ഒരു വിമർശനമാണ് പറഞ്ഞു വയ്ക്കുന്നത് ദിവ്യ എസ് അയ്യർ. എന്നാൽ സതുദ്ദേശപരമെങ്കിലും ദിവ്യ എസ് അയ്യരുടെ ആ അഭിനന്ദനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് KS ശബരിനാഥൻ, ദിവ്യ എസ് അയ്യരുടെ ഭർത്താവും രാഷ്ട്രീയ നേതാവും മുൻ MLA ഒക്കെയായ KS ശബരിനാഥൻ പറയുന്നു. ദിവ്യയുടെ അഭിപ്രായം വ്യക്തിപരമാണ്, എന്നാൽ കുറച്ചുകൂടി അവധാനത വേണം എന്ന അഭിപ്രായവുമുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാർ പദ്ധതികൾക്കും ഒപ്പം നിൽക്കുക എന്നത് ഉദ്യോഗസ്ഥയുടെ ധർമ്മമാണ്. പക്ഷേ രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് അതുപോലെ അല്ല എന്ന വിമർശനമാണ് ശബരിനാഥൻ ഉന്നയിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് എന്നാൽ വലിയ കടുത്ത ദേഷ്യത്തിലാണ്. AKG സെൻറ്ററിൽ നിന്ന് നല്ല ശമ്പളം വാങ്ങുന്നതെന്ന് ഓർക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. മാർക്സിസ്റ്റ് നേതാക്കളുടെ വിദൂഷകയായി ദിവ്യ മാറിയെന്ന് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ പറയുന്നു. ദിവ്യയുടെ പ്രകടനം B ഗ്രേഡ് സിനിമയുടെ നിലവാരത്തിലേക്ക് താഴുകയാണ്. യജമാനന്റെ അപ്പക്കഷണങ്ങൾക്ക് വേണ്ടിയുള്ള ആശ്ലേഷങ്ങൾ അവസാനിപ്പിക്കണമെന്നൊക്കെയുള്ള വിമർശനമോ അല്ലെങ്കിൽ അധിക്ഷേപമോ ഒക്കെയാണ് ഉയരുന്നത്. പിണറായിക്ക് പാദസേവ ചെയ്യുന്നവരുടെ കൂട്ടത്തിലെ മഹതിയാണ് ദിവ്യ എസ് അയ്യർ എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ K മുരളീധരൻ പറഞ്ഞത്. സോപ്പിടുന്നത് കുഴപ്പമല്ല, പക്ഷേ വല്ലാതെ പതപ്പിച്ചാൽ ഭാവിയിൽ ദോഷം ചെയ്യുമെന്നുള്ള മുന്നറിയിപ്പും അവിടെ K മുരളീധരൻ നൽകുന്നു. സിവിൽ സർവീസ് ഓഫീസർമാർ പാലിക്കേണ്ട മര്യാദകളുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓർമ്മിപ്പിക്കുന്നത്. ദിവ്യയ്ക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ടെങ്കിലാകാം, ജോലിയിലിരിക്കുമ്പോൾ രാഷ്ട്രീയം പാടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ. ഒരു പ്രൊഫഷണൽ മറ്റൊരു പ്രൊഫഷണലിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ് തെറ്റ്? പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെയാണ് ദിവ്യ അഭിനന്ദിച്ചത്. സ്ത്രീ എന്ന പരിഗണന നൽകാതെയാണ് ദിവ്യക്കെതിരെയുള്ള സൈബർ ബുള്ളിയിങ് എന്നൊക്കെയാണ് കെ രാഗേഷിനെ കുറിച്ച് പ്രതികരിക്കുന്നത്. പ്രാകൃത മനസ്സുള്ളവരാണ് ദിവ്യക്കെതിരെയുള്ള വിവാദത്തിന് പിന്നിൽ എന്നും കെ രാഗേഷ് പറയുന്നു. നല്ല കാര്യങ്ങൾ ചെയ്താൽ ആളുകളെ പ്രശംസിക്കേണ്ടേ എന്നാണ് മന്ത്രി സജി ചെറിയാൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. രാഗേഷ് മികച്ച പ്രകടനം നടത്തിയത് തൻ്റെ അനുഭവത്തിലൂടെ ദിവ്യ പറഞ്ഞുവെന്നും സജി ചെറിയാൻ പറയുന്നു.
മുമ്പും ഇത്തരം പ്രയോഗങ്ങളും പുകഴ്ത്തലുകളും ഒക്കെ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പിണറായി വിജയനെയും സർക്കാരിനെയും മുമ്പും പുകഴ്ത്തിയിരുന്നു. പിണറായി വളരെയധികം ആരാധന തോന്നിയ വ്യക്തിയാണ് എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു. പിണറായിയോടൊപ്പം ജോലി ചെയ്യുന്നത് വളരെ ധൈര്യം നൽകുന്ന കാര്യമാണെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിണറായി വളരെ ദൃഢമായ തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ് എന്ന് പൊതുചടങ്ങിൽ പറഞ്ഞു. വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം കേരള ജനത ഇന്ന് മറന്നിരിക്കുന്നുവെന്നും പിണറായിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും മാതൃകയാണെന്നും ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞു. എം പി ആയ ഘട്ടത്തിൽ കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന ചിത്രം ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ചെയ്തിരുന്നു. സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്ന പോലെ എന്നാണ് ക്യാപ്ഷൻ നൽകിയത്. ആ ഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പ് ദിവ്യ എസ് അയ്യരും കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഘട്ടത്തിലാണ് ആ നിലയ്ക്കുള്ള ഒരു ചിത്രമുണ്ടായത്. ദിവ്യ എസ് അയ്യർക്കെതിരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരിക്കുകയാണ് RYF തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി. രാകേഷിനെ പുകഴ്ത്തി പോസ്റ്റിട്ടത് ഗുരുതരമായ സർവീസ് ചട്ട ലംഘനമാണ് എന്നാണ് പരാതി. ഔദ്യോഗിക പദവിയിലിരുന്ന് ഭരണവർഗ പാർട്ടി പ്രീണനം നടത്തുന്നത് തെറ്റാണ്. രാഷ്ട്രീയ ഭിന്നിപ്പും പാദസേവകത്വവും പ്രചരിപ്പിച്ച ദിവ്യക്കെതിരെ നടപടിയെടുക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ വിമർശനങ്ങൾ വരുന്നത്. സനീഷ്, ഇത്രയധികം ആക്രമിക്കപ്പെടാൻ തക്കവണ്ണമുള്ള ഗുരുതരമായ കുഴപ്പമെല്ലാം ദിവ്യ എസ് അയ്യർ ചെയ്തോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാർ വളരെ ഓവറാക്കുകയാണ് എന്നൊരു തോന്നൽ എനിക്ക് ഈ കാര്യത്തിലുണ്ട്. പക്ഷേ അപ്പോഴും ഇതിനകത്ത് കെ രാഗേഷിനെ കൊണ്ട് അവർ പറഞ്ഞത് ഞാൻ തള്ളിക്കളയില്ല. അതൊരു വ്യാജസ്തുതിയൊന്നുമല്ല. കെ രാഗേഷ് കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണ്. കാരണം കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾക്കല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പ്രധാനപ്പെട്ട പണി ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അതങ്ങനെ എളുപ്പത്തിൽ അലസമായിട്ട് ജോലി ചെയ്ത് പോകാവുന്ന ഒരു പൊസിഷനല്ല. അതിപ്പോൾ ആര് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടുന്നൊരു സ്ഥലമാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. എന്ന് മാത്രമല്ല CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകുന്ന ഒരാൾ, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ കണ്ണൂർ പോലത്തെ ഒരു സ്ഥലത്ത് CPM ജില്ലാ സെക്രട്ടറി ആവുക ഈ ചെറിയ പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ കഠിനമായിട്ട് അധ്വാനിക്കാനുള്ള ശേഷി എന്തോ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ ദിവ്യ എസ് അയ്യർ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യാജസ്തുതിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ നമ്മളൊരു സാധാരണ കാര്യമല്ലേ ഹർഷൻ, അതായത് നമ്മുടെ അപ്പുറത്ത് കസേരയിരുന്ന് കുറേ കാലം ജോലി ചെയ്ത ഒരാൾ, കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് വേറൊരു പൊസിഷൻ കിട്ടി അദ്ദേഹം പോകുമ്പോൾ ഒരു യാത്രയയപ്പ് കൊടുക്കുക, ആ ഓട്ടോഗ്രാഫിൽ ഒന്ന് എഴുതിയിട്ട് നിങ്ങൾ നല്ലതായിരുന്നു എഴുതിയിട്ട് 2 വർത്തമാനം പറയാന്നുള്ളത് വളരെ സാധാരണമായ കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, ദിവ്യ എസ് അയ്യരുടെ ചില കാര്യങ്ങൾ കുറച്ച് ഓവറല്ലേ എന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ മുമ്പും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എഴുതിയ എഴുത്തിൽ അത്ര ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള മ്യൂസിക് ഇതൊക്കെ അവരുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ അനുഭവ പരിചയമൊക്കെയുള്ള ആളാണ് ആ മേഖലയിലൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ചില റൂൾ ബുക്കിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. അവർക്ക് ചില തടസ്സങ്ങളുണ്ട് അവിടെ. ഇപ്പോൾ നമ്മളെന്തുകൊണ്ടാണ് പ്രശാന്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നുന്ന ചില ആളുകൾക്കെങ്കിലും അത് ആ റൂൾ ബുക്കിന് പുറത്താണ് എന്ന തോന്നൽ കൊണ്ടായിരിക്കണം. ഇപ്പോൾ അത് നമ്മൾ ശരിയായിട്ട് പൂർണ്ണമായിട്ട് അത് അങ്ങനെയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. കാരണം ഇപ്പോൾ റൂൾ ബുക്ക് ഉള്ള കാലത്തല്ല അല്ലെങ്കിൽ ഉണ്ടായ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അതുകൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന തെറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അവിടെ ഒരു അസ്വസ്ഥത തോന്നുന്നത്, ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു അസ്വസ്ഥത ദിവ്യ എസ് അയ്യരോട് തോന്നുന്നത് ഈ ഫ്ലവറി ആയിട്ടുള്ള ഭാഷ, വളരെ അലങ്കാരങ്ങൾ നിറഞ്ഞ ഭാഷയിൽ അവർ പറയുന്നു. അതിൻ്റെ ഒരു വിപ്ലവഗാനമെന്നോ മറ്റാണ് ഞാൻ കേട്ടത്, ഞാനത് കണ്ടില്ല. ആ നിലക്ക് ഉള്ളൊരു പാട്ട് ചേർത്ത് വെച്ച് കൊടുത്തിരിക്കുന്നു. അത് ഇപ്പം ഇപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ ഉണ്ടായൊരു കാര്യം എന്താണ്, നരേന്ദ്രമോദി സർക്കാരിനെ ജഡ്ജിമാരടക്കം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കം പുകഴ്ത്തും, വൈസ് ചാൻസലർമാർ പുകഴ്ത്തും. ഒരു ഭരണ പദവിയിലിരിക്കുന്ന ഒരാളെ കോടതിയുടെയും നിസ്സംഗത പാലിക്കേണ്ടുന്ന ഉദ്യോഗങ്ങളിലിരിക്കുന്ന ആളുകളടക്കം വളരെ വ്യക്തിപരമായിട്ട് പുകഴ്ത്തുന്ന ഒരു രാഷ്ട്രീയ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ കെ രാഗേഷ് അർഹിക്കുന്ന ഒരു യാത്രയയപ്പ് സന്ദേശം കൊടുക്കുമ്പോൾ തന്നെയും താൻ ഇരിക്കുന്നത് ഇങ്ങനെയൊരു പൊസിഷനിലായിരുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് ചിന്തിക്കാമായിരുന്നു. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഞാൻ കോൺഗ്രസ്സുകാർ ഈ ഓവറായിട്ടാണെങ്കിലും പ്രതികരിച്ച കാര്യങ്ങൾക്ക് ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഒരല്പം പിന്നോട്ട് നിൽക്കും. ഇപ്പോൾ രാധാകൃഷ്ണൻ മന്ത്രി കെ രാധാകൃഷ്ണൻ അങ്ങോട്ട് പോകുമ്പോൾ കെട്ടിപ്പിടിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അത് പക്ഷേ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം എന്ന് കൂടെ വിചാരിക്കുന്നിടത്താണ് മറ്റുള്ളവർക്ക് അതിനൊരു ദേഷ്യം വരുന്നത്. അത് പാടുണ്ടോ ഇല്ലോ എന്നുള്ള അവരവരുടെ കാര്യമാണ് കേട്ടോ. എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല. പക്ഷേ രാഷ്ട്രീയമായിട്ട് ഇവർ അവരുടെ കൂടെയാണോ എന്ന് അവരുടെ ഭർത്താവിൻ്റെ കൂടെ പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾക്ക് തോന്നുകയും മറ്റും ചെയ്യുന്ന അതാണ്. ഇപ്പോൾ ശബരിനാഥൻ തന്നെ പറഞ്ഞൊരു കാര്യത്തോടാണ് ഞാൻ ചേർന്ന് നിൽക്കുക. അതായത് അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ ഒരല്പം ഔചിത്യം കാണിക്കണം എന്നാണല്ലോ അദ്ദേഹം തന്നെയും പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് ആണെന്ന് തോന്നുന്നു. ശരി എന്ന് വെച്ച് ഞാൻ നിശ്ചയമായിട്ടും ദിവ്യ എസ് അയ്യരെ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടത് ഒരു വേദി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിക്ക് സോഷ്യൽ മീഡിയയ്ക്ക് അസാധ്യമായ ഒരു ആംപ്ലിഫയിങ് എഫക്റ്റ് ഉണ്ട് എല്ലാ വിഷയവും അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചതുരവടിവിലാണോ ഈ ഉദ്യോഗം ചെയ്തു തീർക്കേണ്ടത്
ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. സാധാരണ മനുഷ്യരെ പോലെ തന്നെ ഒരാൾ കുറച്ച് സൗമ്യമായി അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ടൊരു പണിയെടുത്താൽ ആ പണി പൂർത്തിയാവില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. അയാൾക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മളൊരാളെ വിലയിരുത്താൻ പാടില്ലല്ലോ. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭാഷാ പ്രയോഗമൊക്കെ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഇത് കുറച്ച് പൈങ്കിളിയാണോ എന്നൊക്കെ തോന്നലുണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസ്സുകാരെ അലട്ടുന്നത് അങ്ങനെ ഒരു ചിന്തയല്ല. സനീഷിൻ്റെ ഈ ഒരു സാഹിത്യ കുതുകിയൊക്കെ ആയതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ചില സംശയങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷെ കോൺഗ്രസ്സുകാരുടെ പ്രശ്നം എന്താണ്? കോൺഗ്രസ്സുകാരുടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? അവിടെ കെ രാഗേഷ് CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന ആളെക്കുറിച്ചാണ് ഈ പുകഴ്ത്തൽ എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതിൽ എനിക്ക് തോന്നുന്ന കാര്യം അനീഷ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒപ്പം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ നന്നായി പണിയെടുത്താൽ നമ്മൾ അയാളെ അഭിനന്ദിക്കുക എന്നുള്ളതൊരു സ്വാഭാവികമായ സംഗതിയാണല്ലോ. അതുമാത്രമല്ല, അത്ര ഉയർന്ന ഒരു പോസ്റ്റിലിരുന്ന ഒരാൾ തന്നെയാണ്. അല്ലാതെ ഇപ്പം മുഖ്യമന്ത്രിയുടെ PS എന്ന പോസ്റ്റിൽ നിന്ന് അദ്ദേഹം CPIM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് പോകുമ്പോൾ അത് രാഷ്ട്രീയ നിയമനമാണ് എന്നാണ് ശബരിനാഥൻ പറയുന്നത്. രണ്ടും രാഷ്ട്രീയ നിയമനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുമ്പോൾ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ വഹിക്കുകയാണ്. അവിടെ ആ ജോലിയിൽ ഒരുമിച്ച് പണിയെടുക്കുക. ഇങ്ങനെയാണ് എല്ലാ സർക്കാരുകളുടെ കാലത്തും. അല്ലാതെ അതിന് വല്ല മാറ്റമുണ്ടോ? മാത്രമല്ല, ഈ ഓരോ ഘട്ടത്തിലും എടുത്തു നോക്കിക്കോളൂ. ഒന്ന്, ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലാണ് ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം വലിയ വിവാദമാവുന്നത്. എന്തുകൊണ്ടാണ് അത് വിവാദമാവുന്നത്? ദിവ്യ എസ് അയ്യരുടെ ഭർത്താവിൽ ഈ കർത്തൃത്വം അങ്ങ് കൊടുത്തിട്ട് കാര്യങ്ങളെ ആളുകൾ ചിന്തിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ഇങ്ങനെ പറയാമോ എന്ന ചിന്തയിൽ നിന്നാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഏത് IAS ഉദ്യോഗസ്ഥരാണ് ഇത്തരം ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രിയെയോ മറ്റ് കേന്ദ്രമന്ത്രിയെയോ ഒക്കെ അഭിനന്ദിക്കാതെ അല്ലെങ്കിൽ ഒന്ന് പുകഴ്ത്താതെ ഒരു രണ്ട് വാക്ക് അതേക്കുറിച്ച് പറയാതെ ചടങ്ങിലേക്ക് കടക്കുക? അവരത്രേ മാത്രമേ പറഞ്ഞുള്ളൂ. സത്യത്തിൽ പല പുകഴ്ത്തൽ പല കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ആ നിലയ്ക്ക് നോക്കിയാൽ ചെറിയ പുകഴ്ത്തലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. മറ്റൊന്ന്, ഈ കുട്ടിയുമായിട്ട് ഒരു പൊതുവേദിയിൽ എത്തുന്നു എന്നുള്ളത്, ഫിലിം ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ കുട്ടിയുമായി എത്തുന്നു എന്നുള്ളത്, ആർക്കാണ് ഇത് പ്രശ്നം തോന്നിയത്? ഇതിനെക്കുറിച്ച് വലിയ വിമർശനം നടത്തിയാലാണ് 99% പുരുഷന്മാർക്കാണ് അതിൽ പ്രശ്നം. അല്ല, അത് ഞാൻ പറഞ്ഞത് 99% പുരുഷന്മാർക്കാണ് പ്രശ്നം. സനീഷിന് പ്രശ്നമുണ്ടെങ്കിൽ സനീഷിനും അതായത് അതിനകത്തുള്ള പ്രശ്നം, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുന്നു, ഇവിടെ ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തില്ല. അതായത് നിങ്ങളൊരു പൊതുപരിപാടിയിൽ പോയി സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെതായിട്ടുള്ള ചില അവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ബഹളവും ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലക്ക് വരേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ എല്ലാ ദിവസവും അവരത് ചെയ്യുന്നില്ല. അല്ല, ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വന്നിട്ട് 10 ആളെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളിൽ 2 ആൾക്കെങ്കിലും അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് ഒരു പൊതുപ്രവർത്തക ആലോചിക്കേണ്ടതാണെന്ന് എൻ്റെ പോയിന്റ്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആളുകൾ ചിന്തിക്കേണ്ടതാണ്. എന്റെ പോയിന്റ് ഇത് ഞാൻ പറഞ്ഞത് അത് ഒരു സംശയമില്ലാത്ത പുരുഷന്റെ സംശയം മാത്രമായിട്ടാണ് ഞാൻ ഇപ്പൊ തൽക്കാലം. സ്ത്രീ കേട്ടാലും അങ്ങനെ തന്നെയാണ്. അതൊരു സ്ത്രീ കേട്ടാലും അങ്ങനെയാണ്. അല്ല, എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതുകൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കുന്നത് എല്ലാ വേദിയിലും അവർ കുട്ടിയെ കൊണ്ട് വരുമല്ല ചെയ്യുന്നത്. ഒരു വേദിയിൽ അങ്ങനെ കുട്ടിയെ കൊണ്ട് വരുമ്പോൾ അത് വേറൊരു തരത്തിൽ ഈ സമൂഹത്തിൽ മറ്റൊരു തരത്തിൽ അത് ചർച്ചയാവുന്നുണ്ട്. സ്ത്രീ എങ്ങനെ ഈ ജോലി സ്ഥലത്ത് എത്തുന്നു, അവർ ആ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവർ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതാണ് തോന്നിയത്. നമുക്കെന്തായാലും നടത്ത വിഷയത്തിലേക്ക് പോകേണ്ടത് കൊണ്ട് ഇത് കഴിഞ്ഞത് ബാക്കി തർക്കിച്ച് തീർക്കാം. ഒപ്പം വർഷങ്ങളോളം ജോലി ചെയ്ത ഒരു സഹപ്രവർത്തകൻ മറ്റൊരു മേഖലയിലെ പ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട് ഓഫീസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ദിവ്യ എസ് അയ്യർ ഹൃദ്യമായ ഒരു യാത്രയപ്പ് കുറിപ്പെഴുതിയാൽ ഇത്ര പുകലുകൾ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്ന് RDXന് അത്ഭുതമുണ്ട്. കണ്ണൂരിലെ പാർട്ടിയുടെ അമരത്തേക്ക് നിയോഗിക്കപ്പെട്ട രാഗേഷിന് വിപ്ലവാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയല്ല ദിവ്യ ചെയ്തത്. നെന്മണി പൊന്മണി പൊന്നാര്യന്മണി നമ്മുടെ ആവണം അതെ പൊന്നാങ്ങളെ ചൊല്ല് എന്നൊക്കെയാണെന്ന് തോന്നുന്നല്ലേ. അങ്ങനെയൊക്കെ ചില വരികൾ സംഗീത പശ്ചാത്തലത്തിൽ അവർ ഇട്ടു. അതിൻ്റെ ഒരു കുറിപ്പും ചിത്രങ്ങളും ഒക്കെ ചേർത്തു. അതിൽ വിവാദമല്ല, സ്നേഹമാണ് കാണേണ്ടതെന്ന് RDX കരുതുന്നു. മനുഷ്യർ അവരുടെ സ്വാഭാവികതയോടെ പെരുമാറട്ടെ എന്നും കരുതുന്നു. നമുക്ക്